വാർത്തയിലേക്കാണ്. തൃശൂർ ചാവക്കാട് വ്യാജ അക്യുപഞ്ചർ ചികിത്സയെ തുടർന്ന് പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചതിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം. മരിച്ച മുഹസിനയുടെ ഭർത്താവ് ഇബ്രാഹിമിനും കുടുംബത്തിനുമെതിരെ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. മുഹസിനെയും 2 കുട്ടികളും അടക്കം 3 പേർ മതിയായ ചികിത്സ ലഭിക്കാതെ മരിച്ചു. മതിയായ ചികിത്സ നൽകാതെയുള്ള കൊലപാതകങ്ങളാണ് നടന്നതെന്നും കുടുംബം ആരോപിച്ചു. മരണങ്ങളും ശരിയായ ചികിത്സ നൽകാതെ സംഭവിച്ചിട്ടുള്ള മരണങ്ങളാണ്. ഈ 3 മരണവും ഏതാണ്ട് ഒരേ സ്വഭാവത്തിൽ നടന്ന മരണങ്ങളാണ്. നിലവിൽ മുഹ്സിനയുടെ ഭർത്താവ് ഈ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിലാണ്. പക്ഷേ ഇബ്രാഹിം റിമാൻഡിലാകുമ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില പ്രതികൾ അവർ പുറത്താണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുഹ്സിനയുടെ മരണത്തിന് കാരണമായ, മുഹ്സിനയുടെ പ്രസവമെടുത്ത ആ കുട്ടിയുടെ മരണത്തിന് കാരണമായ റുവൈദ ഫൈസൽ എന്ന് പറയുന്ന വ്യാജ അക്യുപഞ്ചർ ചികിത്സകയെ, ജുനൈദിനെ, കുടുംബത്തെ കൂടി ഈ കേസിൽ പ്രതി ചേർക്കണം. തൃശൂർ ചാവക്കാട് വ്യാജ അക്യുപഞ്ചർ ചികിത്സയെ തുടർന്ന് പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചതിലാണ് ഇപ്പോൾ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുന്നോട്ട് വന്നിരിക്കുന്നത്. മരിച്ച മുഹസിനയുടെ ഭർത്താവ് ഇബ്രാഹിമിനും കുടുംബത്തിനുമെതിരെ അന്വേഷണം വേണമെന്നൊക്കെയാണ് ആവശ്യം. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, ഇപ്പോൾ ഈ ഇബ്രാഹിമിനും കുടുംബത്തിനുമെതിരെ അന്വേഷണം വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? അനുപമ, അതായത് ഇന്ന് തൃശൂർ പ്രസ് ക്ലബിലാണ് മരണപ്പെട്ട മുഹ്സിനയുടെ പിതാവും സഹോദരനും കുടുംബവും അടക്കം വാർത്താ സമ്മേളനം വിളിച്ചത്. ഈ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഈ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. അതായത് മുഹ്സിനയുടെ ഭർത്താവ് ഇബ്രാഹിമിന്റെ കുടുംബത്തിനെതിരെ ആണ് ഇപ്പോൾ മുഹ്സിനയുടെ കുടുംബം രംഗത്തെത്തിയത്. ഈ മുഹ്സിനയ്ക്ക് ചികിത്സ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ 19-നാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് ചികിത്സയിലിരിക്കെ മുഹ്സിന മരണപ്പെട്ടത്. ഈ ജനുവരിയിലാണ് മുഹ്സിനയുടെ 7ാമത്തെ പ്രസവം വീട്ടിൽ വെച്ച് നടത്തിയത്. ഇത് ഭർത്താവ് ഇബ്രാഹിം, അതുപോലെ തന്നെ മറ്റൊരാളും ഒരു അക്യുപഞ്ചർ ചികിത്സകയുമായ ഒരു വനിതയൊക്കെ കൂടി വീട്ടിൽ പ്രസവം നടത്തിയിരുന്നു. ഇതിന്റെ 6 ദിവസം പിന്നിട്ടപ്പോൾ കുട്ടി വീട്ടിൽ വെച്ച് മരണപ്പെട്ടു. അതിനുശേഷം ഈ മുഹ്സിനയ്ക്ക് മതിയായ ചികിത്സ നൽകിയില്ല എന്നുള്ളൊരു കാര്യം കൂടി അന്ന് ആരോപണമായി ഉന്നയിച്ചിരുന്നു മുഹ്സിനയുടെ സഹോദരൻ. വീട്ടിൽ കിടത്തി ചികിത്സിച്ചെ തുടർന്ന് മുഹ്സിനയുടെ പുറത്ത് വലിയ ഒരു വ്രണം രൂപപ്പെട്ടു. അതിൽ പുഴുവരിക്കുന്ന നിലയിലൊക്കെ എത്തി. അങ്ങനെ മുഹ്സിനയുടെ പിതാവും ബന്ധുക്കളും ഉൾപ്പെടെ മുഹ്സിനയുടെ ഭർത്താവിന്റെ വീട്ടിലെത്തി. അവിടെ വലിയൊരു തർക്കമൊക്കെ നടന്നു. ബലമായിട്ടാണ് മുഹ്സിനയെ തൃശൂർ ദയ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിൽ വെച്ച് മുഹ്സിന മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ സംഭവത്തിൽ മുഹ്സിനയുടെ മറ്റ് 2 കുട്ടികളും സമാന രീതിയിൽ മരണപ്പെട്ടെന്നുള്ളൊരു ആരോപണം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഹ്സിനയുടെ മരണവും മറ്റ് 2 കുട്ടി, ഒരു കുട്ടി വീട്ടിൽ വെച്ച് തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഈ ജനുവരിയിൽ പ്രസവിച്ചതിന് ശേഷം 6 ദിവസം പിന്നിട്ടപ്പോൾ ആ കുട്ടിയും മരണപ്പെട്ടു. ഈ മരണങ്ങളൊക്കെ ചേർത്ത് ഒരു ഫയലാക്കി സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോൾ മുഹ്സിനയുടെ കുടുംബം ആവശ്യപ്പെട്ടുള്ളത്. മാത്രമല്ല, മുഹ്സിനയുടെ ഭർത്താവ് മാത്രമാണ് ഇപ്പോൾ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഭർത്താവ് നിലവിൽ റിമാൻഡിലാണ്. ഈ മുഹ്സിനയുടെ പ്രസവം വീട്ടിൽ വെച്ച് എടുത്ത മറ്റൊരു അക്യുപഞ്ചർ ചികിത്സയായ ഒരു യുവതി, അതുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ മറ്റൊരു അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രം തിരൂരിൽ പ്രവർത്തിക്കുന്ന ചികിത്സയെ തുടർന്ന് പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ സമഗ്ര അന്വേഷണം കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മരിച്ച മുഹസിനയുടെ ഭർത്താവ് ഇബ്രാഹിമിനും കുടുംബത്തിനുമെതിരെയാണ് അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ആവശ്യം. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ SDPI മത്സരിക്കില്ല. സ്ഥാനാർത്ഥിത്വം SDPI പിൻവലിച്ചു. അതേസമയം തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സ്ഥാനാർത്ഥിയെ KM അഷ്റഫ് SDPI ഭാരവാഹിത്വം രാജിവെച്ച് ഇറങ്ങിപ്പോയി. വിവരങ്ങളുമായി KJ ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തിൽ SDPI മത്സരിക്കില്ല എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. SDPI സ്ഥാനാർത്ഥിത്വം ഒക്കെ പിൻവലിച്ചിട്ടുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്?
എന്തായാലും മഞ്ചേശ്വരവുമായി ബന്ധപ്പെട്ട് വലിയ നാടകീയതയാണ് അരങ്ങേറുന്നത്. SDPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് വലിയ രീതിയിൽ പ്രചരണവുമായി മുന്നോട്ട് പോയപ്പോൾ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. SDPI സ്ഥാനാർത്ഥി നിർത്തുന്നത് മൂലം അവിടെ BJPക്ക് വിജയിക്കാൻ കഴിയുമെന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു ഇന്ന് SDPIയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ കാസർഗോഡ് നേരിട്ടെത്തി, മഞ്ചേശ്വരത്തെ നേരിട്ടെത്തി യോഗം കൂടിയിരുന്നു. ആ യോഗത്തിനിടയിലാണ് ഇപ്പോൾ ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥിയെ പിൻവലിക്കും. ഇന്ന് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ്. ഇന്ന് 3 മണിയോടുകൂടിയാണ് പത്രിക പിൻവലിക്കാനുള്ളത്. ആ ദിവസം തന്നെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ SDPI തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോഴും സ്ഥാനാർത്ഥിയെ അഷറഫ് ഇതിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അദ്ദേഹം ആ യോഗത്തിൽ നിന്നും പുറത്തിറങ്ങി വന്ന് തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തി. അതോടൊപ്പം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് താൻ തൻ്റെ എല്ലാ ചുമതലയിൽ നിന്നും SDPIയുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലയിൽ നിന്നും പുറത്തു പോവുകയാണ്. പാർട്ടി തന്നോട് മത്സരിക്കാൻ പറഞ്ഞു, താൻ മത്സരിച്ചു. പക്ഷേ പാർട്ടി ഇപ്പോൾ പറയുകയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ നിന്നും പിന്നോട്ട് പോകണം, പത്രിക പിൻവലിക്കണമെന്ന് പറഞ്ഞു. അത് അനുസരിക്കുകയാണ്. പക്ഷേ ഈ പാർട്ടിയുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ് അഷറഫ് പറയുന്നത്. എന്തായാലും ഈ നീക്കത്തോടുകൂടി തന്നെ വലിയ രീതിയിൽ K സുരേന്ദ്രനും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരത്തിലേക്കാണ് അവിടെ വഴിയൊരുങ്ങിയിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ SDPI മത്സരിക്കില്ല എന്ന വിവരമാണ് പുറത്തുവരുന്നത്. സ്ഥാനാർത്ഥിത്വം SDPI പിൻവലിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു തീരുമാനത്തിൽ പ്രതിഷേധിച്ച് KM അഷ്റഫ് SDPI ഭാരവാഹിത്വം രാജിവെച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് KJ ശ്രീജിത്താണ്.